ഹായ് നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മൂക്കയുടെ അവാർഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് അവാർഡ് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ മൊത്തത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ കാര്യം വലിയ രീതിയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, പോലീസുകാരുടെ ട്രോൾ പേജിൽ വരെ അത്തരത്തിലുള്ളൊരു ഹെൽമെറ്റ് വെച്ച് പോകുന്ന മമ്മൂക്ക, അങ്ങനെ പലരും ഹെൽമെറ്റ് വയ്ക്കാത്ത മറ്റു നടന്മാർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ ട്രോള് അവർ തന്നെ അത് ഉറപ്പിച്ച് വെച്ച പോലെയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും അവാർഡ് പ്രഖ്യാപനം 1-ാം തീയതിയിൽ നിന്ന് 3-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച മാത്രമേ നമുക്കിനി അവാർഡ് ആർക്കാണ് കിട്ടുക എന്നൊക്കെ അറിയാൻ പറ്റൂ. ഏതായാലും ലിസ്റ്റെല്ലാം തന്നെ മന്ത്രിയുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പോൾ 3-ാം തീയതിയാണ് ചിത്രത്തിൻ്റെ നമ്മുടെ മലയാള സിനിമ മേഖലയിലെ ഏറ്റവും സംസ്ഥാനത്തെ മികച്ച നടനെയും നടിയെയും അതുപോലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരെയും മികച്ച പിന്നണി പ്രവർത്തകരെയും ഒക്കെ അറിയാൻ സാധിക്കുക. അതിനിടയിലാണ് മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കളങ്കാവൽ എന്ന സിനിമയുടെ അവസാന വട്ടം മിനുക്കുപണികളിലായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിച്ചേർന്ന, കൊച്ചിയിൽ ആദ്യമായിട്ടാണ് മാസങ്ങൾക്ക് ശേഷം മമ്മൂക്ക എത്തിച്ചേരുന്നു. മമ്മൂക്കയെ സ്വീകരിക്കാനായിട്ട് പി രാജീവും അതുപോലെ തന്നെ ഒട്ടനവധി രാഷ്ട്രീയ പ്രവർത്തകരും എത്തി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. മന്ത്രിമാരൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് കാണുകയുണ്ടായി. അതൊക്കെ തന്നെ കേരളം അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയ ആദരവ് തന്നെയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നേരിട്ട വലിയ സൈബർ ബുള്ളിങ് ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ തുറയിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പമുണ്ടെന്നുള്ള വലിയ ചിന്ത അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായിരിക്കുക. എന്തായാലും നല്ലൊരു പ്രവർത്തനം തന്നെയാണ്, നല്ലൊരു പിന്തുണ തന്നെയാണ്. അപ്പോൾ അതിന് ചാനലിൻ്റെ MD കൂടിയാണല്ലോ അദ്ദേഹം, ചെയർമാൻ കൂടിയാണല്ലോ അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഏതായാലും കളങ്കാവലിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി, ഇനി അതിൻ്റെ ഡബ്ബിങ് വർക്കുകളുണ്ടായിരുന്നു. അവസാനവട്ട മിനുക്ക് പണികളും അവസാനവട്ട ഡബ്ബിങ് വർക്കുകളും കഴിഞ്ഞ് ചിത്രം റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കാത്തിരിക്കാൻ നവംബർ അവസാനമായിട്ട് സിനിമ എത്തും. എന്തായിരിക്കും ഈ സിനിമയുടെ വലിയൊരു പ്രതീക്ഷകളെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം വില്ലൻ കഥാപാത്രമായിട്ട് മമ്മൂക്ക എത്തുകയാണ്, അതുപോലെ നായകനായിട്ട് വിനായകനും. ചിത്രത്തിൽ വില്ലൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നായകനായിട്ട് മമ്മൂക്ക തന്നെയാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിനായകനാണ്. പ്രതിനായകൻ്റെ വില്ലത്തരങ്ങൾ, അതുപോലെ നായക രൂപത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് നോക്കിക്കാണാം. വിധേയൻ പോലുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നൊരു സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ കുറിപ്പിൻ്റെ തിരക്കഥ രചിച്ച വ്യക്തി, അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേലുള്ളത്. കാത്തിരുന്ന് കാണാം. ചിത്രത്തിൻ്റെ വിതരണാവകാശം വേഫർ ഫിലിംസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ക്രീനുകൾ ചിത്രത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിങ്ങും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം.